ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എൻട്രൻസ് ക്രാഷ് കോഴ്സിന്റെ കെമിസ്ട്രിയുടെ അടുത്ത ചാപ്റ്റർ ആയിട്ട് എടുത്തേക്കുന്നത് 11th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്റർ ആണ്. ഹൈഡ്രജൻ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഹൈഡ്രജൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ ഒരു ചാപ്റ്റർ ആണ്, എസ് ബ്ലോക്ക് ഒരു ചാപ്റ്റർ ആണ്, പി ബ്ലോക്ക് ഒരു ചാപ്റ്റർ ആണ്, ഡി ആൻഡ് എഫ് ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ഒക്കെ ഡയറക്റ്റ് തിയറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ചാപ്റ്റേഴ്സിൽ വരുന്നതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ എസെൻഷ്യൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, first, hydrogen is the lightest element and it has the simplest electronic configuration. കാര്യം എന്താ, atomic number 1 ആണ്. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 വെച്ച് എഴുതി കഴിഞ്ഞാൽ എത്രയേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. ഓക്കെ, ഇനി ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ചിലപ്പോഴൊക്കെ ചോദിച്ചു പറ്റിക്കാറുള്ളതാണ്. അതായത് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം, അതിന്റെ കൂടെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടറോൺ ഒക്കെ തരും. ഡ്യൂറ്റീരിയവും ഡ്യൂട്ടറോണും രണ്ടും രണ്ടാണ്. ഈ പ്രോട്ടിയം എന്ന് പറഞ്ഞാൽ H11 ആണ്, ഡ്യൂറ്റീരിയം H12 ആണ്, ട്രിഷ്യം H13 ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ, അതിൽ വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം സിങ്കേറ്റ് Zn plus 2NaOH gives Na2ZnO2. അപ്പൊ what is the formula of sodium syncate? Na2ZnO2. ഇനി ഈ റിയാക്ഷനിലും ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ഗ്യാസ്. ഇനി കൊമേഴ്ഷ്യലി ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഈസ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ. കാര്യം പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണല്ലേ ഇലക്ട്രോളിസിസ്. അപ്പൊ ഇലക്ട്രോളിസിസ് നടക്കണമെങ്കിൽ അതിൽ വാട്ടറിന്റെ കൂടെ ഏതെങ്കിലും ഒരു ആസിഡോ ബേസോ ആഡ് ചെയ്ത് അസിഡിഫൈഡ് വാട്ടർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇലക്ട്രോളിസിസ് നടത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആരെ കിട്ടത്തുള്ളൂ? ഹൈഡ്രജനെയാണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. Then we can also prepare hydrogen by electrolysis of brine solution. Brine solution means sodium chloride solution or the നമ്മൾ തറ ലെവലിൽ പറഞ്ഞ ഉപ്പുവെള്ളമാണ് ആര്? ബ്രൈൻ സൊല്യൂഷൻ. ഈ ബ്രൈൻ സൊല്യൂഷനിലേക്കും നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജനെ നമുക്ക് കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാം. Then another method is by the reaction of steam on hydrocarbons. ഹൈഡ്രോകാർബൺസ് മീൻസ് കാർബണും ഹൈഡ്രജനും സ്ട്രക്ചറിൽ ഉള്ളവരെല്ലാം ഹൈഡ്രോകാർബൺസ് ആണ്. അതിനെ എടുത്തു വെച്ച് നമ്മൾ വാട്ടറിന്റെ സ്റ്റീം, ഗേഷ്യസ് സ്റ്റേറ്റ് ആയ സ്റ്റീം വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. Then another peculiar named method for the production of hydrogen is coal gasification. Carbon plus water H2O gives at a temperature of 1270 Kelvin what all we will get? CO plus H2. The mixture of CO plus H2 is called water gas or syn gas or synthesis gas, and this process is called coal gasification. Another named method for the preparation of hydrogen is water gas shift reaction. CO plus H2O at a temperature of 673 Kelvin we will get carbon dioxide plus hydrogen. So this method is called water gas shift reaction. Okay, for obtaining high purity, that is around 99.95% dihydrogen is simply H2, is obtained by the electrolysis of warm aqueous solution of barium hydroxide between Ni electrodes. Ni electrons means nickel electrodes. Then about the physical property of dihydrogen, it is colorless, odorless and tasteless and combustible gas. That means hydrogen supports combustion. Okay, then about their bond dissociation enthalpy, that means hydrogen means it exists as H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജനും മറ്റേ ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ട് വഴിയാണ് ബന്ധം. ആ ബോണ്ട് മുറിക്കാൻ കൊടുക്കുന്ന എൻതാൽപ്പിയാണ് bond dissociation enthalpy. So the HH bond dissociation enthalpy is highest for a single bond between two atoms of any element. Hence it is inert at room temperature. അതായത് നമ്മുടെ H2 എന്ന് പറഞ്ഞ മോളിക്കുലാർ ലെവലിലെ ഡൈഹൈഡ്രജൻ ഇനേർട്ട് ആണ്. ഏത് ടെമ്പറേച്ചറിൽ? റൂം ടെമ്പറേച്ചറിൽ. റീസൺ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു HH bond dissociation enthalpy. Then important reactions of dihydrogen. ഡൈഹൈഡ്രജൻ പലരുമായിട്ടും റിയാക്ട് ചെയ്യും. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഹാലജൻസ് ആയി, എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ, ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന വി വിൽ ഗെറ്റ് HX. ഹൈഡ്രജൻ ഓക്സിജനും കൂടെ ചേർന്ന വാട്ട് വി വിൽ ഗെറ്റ്? വാട്ടർ. ഹൈഡ്രജനും നൈട്രജനും കൂടെ റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് അമോണിയ. ഹേബേഴ്സ് പ്രോസസ്. ഓക്കെ, നിങ്ങൾ ഇത് പഠിക്കുന്നതാണ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ ഓൺ. ദെൻ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും ഒരു ആൽക്കീനും കൂടി, ആൽക്കീൻ മീൻസ് ഡബിൾ ബോണ്ട് ഉള്ളവരുമായിട്ട് റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ആൻ ആൽഡിഹൈഡ്. ഇനി ഒരു ആൽഡിഹൈഡും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്താലോ വി വിൽ ഗെറ്റ് ആൽക്കഹോൾ. ഇതൊക്കെ ഓർഗാനിക് വരുന്നതാണ്. ജസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചു പോകുന്നതേ ഉള്ളൂ. നിങ്ങളും ജസ്റ്റ് കേട്ട് അങ്ങ് വിട്ടാൽ മതി, ബൈ ഹാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. Then coming about the compounds of hydrogen, the main important compound is hydrides.
Hydrates are of three types: ionic or saline or salt-like hydrates. These are formed by the S block elements except beryllium and magnesium. Beryllium, magnesium ഒഴികെയുള്ള S block elements ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ആരെ കിട്ടും? ഹൈഡ്രേറ്റ്സ് കിട്ടും. അത്തരം ഹൈഡ്രേറ്റ്സിന്റെ പേരെന്തുമായിരിക്കും? ഒന്നുകിൽ അവരെ അയോണിക് ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സാൾട്ട് ലേക്ക് ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് ആണ്. ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ഹൈഡ്രജനും പി ബ്ലോക്ക് എലമെന്റ്സും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സിനെ കിട്ടുന്നത്. They are classified as three types: electron deficient or group 13 hydrates, electron precise or group 14 elements, or electron rich or group 15, 16, 17 hydrates. Okay, അപ്പോ എങ്ങനെയായി ഇലക്ട്രോൺ പ്രിസൈസ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ വാലൻസ് ഷെല്ലിൽ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ KLM ഷെൽ വൈസ് എഴുതി കഴിഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസേ കാണും. ഈ പറഞ്ഞ അത്തരം കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് ഏത് ഫോം ചെയ്യുന്നത്? കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇനി മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് അഥവാ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത് D and F ബ്ലോക്ക് എലമെന്റ്സ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ട് വി വിൽ ഗെറ്റ്? മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രേറ്റ്സ്. Then about water. Another important compound of hydrogen is water. വാട്ടറിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ it is a bent molecule with bond angle 104.5 degree and it has a OH bond length is 95.7 picometer. അത് ജസ്റ്റ് ഫാക്ച്വൽ കാര്യങ്ങളാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ. ഇനി ക്രിസ്റ്റലൈൻ ഫോം ഓഫ് വാട്ടർ ആണ് ഐസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ആളാണ് ആര്? വാട്ടർ. ഓക്കെ, then coming about വാട്ടറിന്റെ ഹാർഡ്നെസ് മാറ്റി. വാട്ടർ ഈസ് സെഡ് ടു ബി സോഫ്റ്റ് ഇഫ് ഇറ്റ് പ്രൊഡ്യൂസസ് സഫിഷ്യന്റ് ലാദർ. ലാദർ എന്ന് വെച്ചാൽ സോപ്പിന്റെ പത. സോപ്പിന്റെ പത കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന സാധാ വെള്ളത്തിന് നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്നും, അങ്ങനെ പത നോർമൽ ആയിട്ട് ഉണ്ടാവാത്ത വെള്ളത്തിന് നമ്മൾ എന്തെന്നും വിളിക്കും? ഹാർഡ് വാട്ടർ എന്നും വിളിക്കും. ഓക്കെ, ഇനി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഓഫ് ടു ടൈപ്സ്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. എന്ന് വെച്ചാൽ മെഗ്നീഷ്യത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ്സ്, കാൽഷ്യത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്? ടെമ്പററി ഹാർഡ്നെസ്. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് മാറ്റണ്ടേ? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കുറെ ടെക്നിക്കുകളിൽ ഒരു ടെക്നിക്കിന്റെ പേരാണ് ബോയിലിംഗ് ഓർ ക്ലാർക്സ് മെത്തേഡ്. ബോയിലിംഗ് ഓർ ക്ലാർക്സ് മെത്തേഡ് ഇൻ വിച്ച് എന്താ ചെയ്യുന്നത്? ലൈം ഈസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ വിച്ച് precipitate out calcium carbonates and magnesium hydroxide. ഇനി പെർമനന്റ് ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഈ സൾഫേറ്റ്സ് ഓഫ് മെഗ്നീഷ്യം എന്ന് വെച്ചാൽ മെഗ്നീഷ്യത്തിന്റെ സൾഫേറ്റ്, മെഗ്നീഷ്യത്തിന്റെ ക്ലോറൈഡ്, കാൽഷ്യത്തിന്റെ ക്ലോറൈഡ്, കാൽഷ്യത്തിന്റെ സൾഫേറ്റ്. ഇത് കാരണമാണ് ഏത് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്? പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പെർമനന്റ് ഹാർഡ്നെസ് മാറ്റാൻ പല ടെക്നിക്കുകളുണ്ട്. അതിലൊരു ടെക്നിക്കാണ് ട്രീറ്റ്മെന്റ് വിത്ത് വാഷിംഗ് സോഡ. ഒന്നുമില്ല, നമ്മൾ വാഷിംഗ് സോഡ ഇതിലോട്ട് ആഡ് ചെയ്യും, ഇവരെ ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന ക്ലോറൈഡും സൾഫേറ്റിനെയും എലിമിനേറ്റ് ചെയ്യും. അടുത്തതാണ് കാൽഗൻ. കാൽഗൻ ഒരാളുടെ പേരല്ല, ഒരു കോമ്പൗണ്ടിന്റെ പേരാണ്. ഒരു കോമ്പൗണ്ടിന്റെ കോമൺ നെയിം ആണ് കാൽഗൻ. ഈ കാൽഗന്റെ കറക്റ്റ് നെയിം സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് എന്നാണ്. ഇതിന്റെ ഫോർമുല വരുന്നത് Na6P6O18 ആണ്. And it softens the hard water by forming soluble complexes of calcium and magnesium. അടുത്ത ഇമ്പോർട്ടന്റ് മെത്തേഡ് ആണ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ദ സിയോളൈറ്റ് മെത്തേഡ് ഓർ ദ പെർമ്യൂട്ടേറ്റ് മെത്തേഡ് പ്രോസസ് ഇൻ വിച്ച് സിയോളൈറ്റ്സ് ആർ ആഡഡ്. സിയോളൈറ്റ്സ് എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്സ്. ഫോർമുല പറയുമ്പോൾ NaAlSiO4. ഇതെന്ത് ചെയ്യും? ഈ ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന സോഡിയം, ഈ ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന കാൽഷ്യം മെഗ്നീഷ്യം അയോൺസിനെ എന്ത് ചെയ്യും? സോഡിയം എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങ് മേടിക്കും. അടുത്തതാണ് സിന്തറ്റിക് റെസിൻ മെത്തേഡ് ഇൻ വിച്ച് പ്യുവർ, ഈ സിന്തറ്റിക് റെസിൻ മെത്തേഡ് വെച്ചാണ് നമുക്ക് പ്യുവർ ഡീമിനറലൈസ്ഡ് വാട്ടർ ഫ്രീ ഫ്രം ആൾ സോലുബിൾ മിനറൽ സാൾട്ട്സ് ഒക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാ? സിന്തറ്റിക് റെസിൻ മെത്തേഡ് വഴിയാ. ഇനി ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം, ppm ലാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ കോമൺ ടേം ആണ് ഹെവി വാട്ടർ. ഹെവി വാട്ടറിന്റെ ഫോർമുല ഈസ് D2O. അതിൽ D എന്ന് പറയുന്നത് ഡ്യൂറ്റീരിയം ആണ്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ആസ് മോഡറേറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ആരാ? H2O2 ആണ്. അപ്പൊ ഈ H2O2 ന്റെ പ്രിപ്പറേഷൻ പല മെത്തേഡ്സിലുണ്ട്. അത് വളരെ ഫേമസ് എന്ന് പറയുന്ന
2-ഈഥൈൽ ആന്ത്രാക്വിനോൾ, ആന്ത്രാക്വിനോളിന്റെ ഒരു ഡെറിവേറ്റീവ് ആയ 2-ഈഥൈൽ ആന്ത്രാക്വിനോളിനെ എടുത്തു വെച്ച് ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യും? റിയാക്ഷൻ നടത്തും. വാട്ട് വി വിൽ ഗെറ്റ്? H2O2 പ്ലസ് ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, then coming about the structure of H2O2. സ്ട്രക്ചർ ഓഫ് H2O2 എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചർ ആണുള്ളത്. അതിന് ഈ പറഞ്ഞ ഗേഷ്യസ് ഫേസിലും സോളിഡ് ഫേസിലും അങ്ങനെയാണ്. പക്ഷേ ബോണ്ട് ആംഗിൾസിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഗേഷ്യസ് ഫേസിൽ ബോണ്ട് ആംഗിള് ശ്രദ്ധിച്ചോളണം 111.5 ഡിഗ്രിയാണ്. 111.5 ഡിഗ്രി. ഇനി സോളിഡ് ഫേസിലാണെങ്കിൽ ആ ബോണ്ട് ആംഗിൾ എത്ര വരും? 90.2 ഡിഗ്രി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് തുറന്നു വെക്കുന്നു, അല്ലെങ്കിൽ ചരിച്ച്, ലാപ്ടോപ്പ് പെർപെൻഡിക്കുലർ ആയിട്ട് തുറന്നു വെക്കുന്നു, അല്ലെങ്കിൽ ചരിച്ച് തുറന്നു വെക്കുന്നു. ഈ അവസ്ഥയാണ് വരുന്നത്. ഇനി H2O2 ഇൻ പ്യൂർ സ്റ്റേറ്റ് ഈസ് ആൾമോസ്റ്റ് കളർലെസ്സും വെരി പെയിൽ ബ്ലൂ കളറും ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇനി അടുത്തത് H2O2ന്റെ കുറെ ഫംഗ്ഷൻസ് ആണ്. അത് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഇത് കളർ ഉള്ള സാധനങ്ങളെ കളർലെസ് ആക്കി മാറ്റും. ഇനി സ്റ്റോറേജ് ഓഫ് H2O2, ഇത് സ്റ്റോർ ചെയ്യുന്നത് വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസിൽ ഡാർക്ക് as it decomposes slowly on exposure to light. നമ്മൾ ചെറുതായിട്ട് ലൈറ്റിന്റെ പ്രസൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ H2O2 ഡീകമ്പോസ് ചെയ്യും. ഒരു ചെറിയ ബബിൾ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുക. അതുകൊണ്ട് നമ്മൾ മെഴുക് പൂശിയ വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി H2O2 ഒരു മെഡിസിനൽ യൂസും കൂടെ ഉണ്ട്. H2O2 is a valuable antiseptic under name പെർഹൈഡ്രോൾ. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? വാഷിംഗ് വൂണ്ട്സ്, മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡന്റ് ഒക്കെ പറ്റി നമ്മൾ നേരെ കാഷ്വാലിറ്റി പോകുമ്പോൾ നമ്മൾ മുറിവുകളിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി തേക്കുന്ന ഒരു കെമിക്കലും കൂടിയാണ്, നല്ലൊരു ആന്റിസെപ്റ്റിക്കും കൂടിയാണ് ആര്? H2O2. അതേപോലെ റീസ്റ്റോറിംഗ് ദ കളർ ഓഫ് ഓൾഡ് ലെഡ് പെയിന്റിങ്സ്. പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ ചിത്രങ്ങൾ, അതായത് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുഹാചിത്രങ്ങൾ പോലുള്ളതൊക്കെ ലെഡ് പൂശിയിട്ടുള്ളതിനെയൊക്കെ കളർ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഏത് യൂസ് ചെയ്യും? H2O2 യൂസ് ചെയ്യും. ഇനി സ്ട്രെങ്ത് ഓഫ് H2O2 സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. 10 വോളിയം സൊല്യൂഷൻ, ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. 10 വോളിയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 വോളിയം സൊല്യൂഷൻ ഓഫ് H2O2 ഈസ് 3.035% സൊല്യൂഷൻ ആണ്. അതിന്റെ സ്ട്രെങ്ത് ഓഫ് 10 വോളിയം H2O2 സൊല്യൂഷൻ ഈസ് 30.35 gram per liter. എന്ന് വെച്ചാൽ 30.35 gram H2O2 നെ 1 ലിറ്റർ വാട്ടറിൽ കലക്കി എടുക്കുന്ന ആ മിക്സ്ചർ സൊല്യൂഷനെയാണ് നമ്മൾ 10 വോളിയം H2O2 സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വോളിയം സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 5.6 into നോർമാലിറ്റി ഓർ വോളിയം സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 11.2 into മൊളാരിറ്റി. ഇനി നിങ്ങൾക്കറിയാം ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ ഇത്രയും കാര്യമായിട്ട് പഠിക്കാൻ കാരണം നിങ്ങൾക്കറിയാം അപ്പോളോ സ്പേസ് മിഷൻ, അതിലൊക്കെ ഹൈഡ്രജൻ ആണ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്തത്. ആ എഞ്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സൈസ് എഞ്ചിനാണ്. നാളെ ഒരു കാലത്ത് നമുക്ക് പച്ചവെള്ളം ഓട്ടിച്ച് വണ്ടികളും അതേപോലെ വലിയ വലിയ മോട്ടറുകളൊക്കെ ഓട്ടിക്കാൻ പറ്റും, പെട്രോളോ ഡീസലോ ഒന്നും ഇല്ലാത്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജന് ഒരു വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ലൊരു ഫ്യൂവൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ. അതിന്റെ ഡെവലപ്മെന്റും അതിന്റെ റിസർച്ചിനെ ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ എക്കണോമി. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് H2 ആസ് എ ഫ്യൂവൽ ഇൻ ഇൻഡസ്ട്രി, പവർ പ്ലാന്റ്സ്, ഹോംസ് ആൻഡ് വെഹിക്കിൾസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ എസെൻഷ്യൽ തിയറി ആയിട്ട് നിങ്ങളടുത്ത് പറയുന്നത്. ഈ തിയറി ഒന്ന് നന്നായിട്ടൊന്ന് ബേസ്, കാരണം ഇത് തിയറി ബേസ് ചെയ്തൊരു ചാപ്റ്റർ ആണ് ഹൈഡ്രജൻ. അതുകൊണ്ട് ഇതിന്റെ തിയറി നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഹൈഡ്രജൻ്റെത് ചെയ്യും. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.